യോശുവയുടെ പുസ്തകം 17-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഗിലെയാദും ബാശാനും ഓഹരിയായി ലഭിച്ചത് ആർക്കാണ്? മാക്കീരിന്. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനുമായ യുദ്ധവീരൻ ആര്? മാക്കീർ. യോസേഫിന്റെ ആദിജാതൻ ആര്? മനശ്ശെ. മനശ്ശെയുടെ ആദിജാതനും ഗിലെയാദിന്റെ അപ്പനുമായ മാക്കീരിന് ഗിലെയാദും ബാശാനും അവകാശമായി നൽകിയത് എന്തുകൊണ്ട്? യുദ്ധവീരനായിരുന്നതുകൊണ്ട്. മാക്കീരിന് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ഏതെല്ലാമാണ്? ഗിലെയാദും ബാശാനും. ആരിലൂടെയാണ് ശെലോഹാഫാദിന്റെ പുത്രിമാർ അവരുടെ വംശാവലി കണ്ടെത്തിയത്? മാക്കീരിലൂടെ. മനശ്ശെയുടെ ഗോത്രത്തിൽ പുത്രന്മാർ ഇല്ലാതിരുന്നത് ആർക്കാണ്? ശെലോഹാദിന്. ശെലോഹാദിന് എത്ര പെൺമക്കളാണുള്ളത്? അവ ആരെല്ലാം? 5 പെൺമക്കളാണുള്ളത്. മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവകാശം ചോദിച്ചത് ആരായിരുന്നു? ശെലോഹാദിന്റെ പുത്രിമാർ. ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആര് ആരോട് പറഞ്ഞു? ശെലോഹാദിന്റെ പുത്രിമാർ പുരോഹിതനായ ഏലയാസറിനോടും യോശുവയോടും പ്രഭുക്കന്മാരോടും മുമ്പാകെ. ശെലോഹാദിന്റെ പുത്രിമാർ അവരുടെ അവകാശം യോശുവയോട് ചോദിച്ചത് എങ്ങനെയായിരുന്നു? യഹോവ കൽപ്പിച്ച പ്രകാരം അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം തരുവാനായിട്ട്. ശെലോഹാദിന്റെ പുത്രിമാർക്ക് ലഭിച്ച ഓഹരി എത്രയാണ്? 10 ഓഹരി. ശെലോഹാദിന്റെ പുത്രിമാരുടെ ഗോത്രമേത്? മനശ്ശെ ഗോത്രം. മനശ്ശെക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടുവാൻ കാരണമെന്ത്? മനശ്ശെയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട്. ഡാഷ് മനശ്ശെക്കുള്ളതായിരുന്നു എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള ഡാഷ് എഫ്രൈമ്യർക്കുള്ളതായിരുന്നു. തപ്പൂഹ ദേശം മനശ്ശെക്കുള്ളതായിരുന്നു എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രൈമ്യർക്കുള്ളതായിരുന്നു. തപ്പൂഹ ദേശം ആർക്കുള്ളതായിരുന്നു? മനശ്ശെക്ക്. മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം ആർക്കുള്ളതായിരുന്നു? എഫ്രൈമ്യർക്ക്. ആരുടെ അവകാശമാണ് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസ്സാഖാരിലും തൊട്ടിരിക്കുന്നത്? മനശ്ശെയുടെ. ഇസ്സാഖാരിലും ആശേരിലും 3 മേടുകൾ ഉണ്ടായിരുന്നത് ആർക്ക്? മനശ്ശെക്ക്. മനശ്ശെയുടെ മക്കൾക്ക് ആരെയാണ് ദേശത്തു നിന്ന് നീക്കിക്കളവാൻ സാധിക്കാതിരുന്നത്? കനാന്യരെ. ഇസ്രായേൽ മക്കൾ ഊഴിയവേല ചെയ്യിപ്പിച്ച ജാതികൾ ആരായിരുന്നു? കനാന്യർ. യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നതെന്ത്? ആര് ആരോട് പറഞ്ഞു? യോസേഫിന്റെ മക്കൾ യോശുവയോട്. 2 ഗോത്രങ്ങൾക്കും കൂടി ഒരു നറുക്കും ഓഹരിയും ലഭിച്ചത് ആർക്കായിരുന്നു? യോസേഫിന്റെ മക്കൾക്ക്. എഫ്രൈം പർവ്വതം യോസേഫിന്റെ മക്കൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് അവരോട് എന്തു ചെയ്യുവാനാണ് യോശുവ പറഞ്ഞത്? കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലം എടുത്തുകൊള്ളുവാനായിട്ട്. കാട്ടുപ്രദേശത്ത് കാടുവെട്ടി സ്ഥലം ഓഹരി അവകാശപ്പെടുത്തിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞത് ആരോടാണ്? യോസേഫിന്റെ മക്കളോട്. മലനാട് ഞങ്ങൾക്ക് പോരാ എന്ന് യോശുവയോട് പരിഭവം പറഞ്ഞത് ആര്? യോസേഫിന്റെ മക്കൾ. കനാന്യരുടെ ഇരുമ്പ് രഥങ്ങളെ ഭയപ്പെട്ടവർ ആരായിരുന്നു? യോസേഫിന്റെ മക്കൾ. എന്തുകൊണ്ടാണ് മലനാട് ഞങ്ങൾക്ക് പോരാ എന്ന് യോസേഫിന്റെ മക്കൾ പറഞ്ഞത്? താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്ക് ഒക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്,
എന്ന് യോശുവ ആരോടാണ് പറഞ്ഞത്? എഫ്രൈമിനോടും മനശ്ശെയോടും. നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട് എന്നത് എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞതാര്? യോശുവ. മലനാട് നിങ്ങൾക്കുള്ളതായിരിക്കണം എന്നത് യോശുവ ആർക്ക് നൽകിയ ഉറപ്പാണ്? എഫ്രൈമിനും മനശ്ശെയ്ക്കും. ഇരുമ്പ് രഥങ്ങളുള്ള ബലവാന്മാർ ആരാണ്? കനാന്യർ. യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.